വറുത്തരച്ച നല്ല നാടൻ ബീഫ് കറി എങ്ങനെ റെഡിയാക്കണേന്ന് നോക്കാം. ഇതിലോട്ട് ആവശ്യമായി വേണ്ടത് 4 സവാള, 2 തക്കാളി, ഇഞ്ചി, പച്ചമുളക്. ഇനി ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ, വേപ്പില, വെള്ളുള്ളി, ചെറുള്ളി ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട്. Hear you been asking about me, where I've been and where I sleep. It's hard to find me if you really want to. Turns past that takes a cool sign. Same bobcat, same moon boots, trying to outrun the thought of you. But in the standing true, don't stop. You can't leave in a town this small. You can change your mind, but not your past. Every mile just feels like moving half. You can change my name in your phone. You can't leave in a town this small. I moved on, but not too far. Just down the ഒന്ന് കളറ് മാറി കഴിയുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. 1 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്യാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും ഓരോ സ്പൂൺ വീതം ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. Hear you been asking about me, where I've been and where I sleep. It's hard to find me if you really want to. Turns past that takes a cool sign. Same bobcat, same moon boots, trying to outrun the thought of you. But in the standing true, don't stop. You can't leave in a town this small. You can change your mind, but not your past. Every mile just feels like moving half. You can change my name in your phone. You can't leave in a town this small. I moved on, but not too far. Just down the road from who we are. You can change your head. ഗോൾഡൻ പരുവമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയിലേക്ക് മാറ്റി അടിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി ബീഫ് കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, 2 കഷ്ണം തക്കാളി, 2 തക്കാളി. ഇതെല്ലാം അരിഞ്ഞ് പാകമാക്കി വയ്ക്കാം. ഒരു ചട്ടി വയ്ക്കാം. ചട്ടിയിൽ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ആഡ് ചെയ്യാം. വേപ്പില, പച്ചമുളക് എല്ലാം ആഡ് ചെയ്യാം. I hear you been asking about me, where I've been and where I sleep. It's hard to find me if you really want to. Turns past that takes a cool sign. Same bobcat, same moon boots, trying to outrun the thought of you. But in the standing ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ പരുവമാവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്ന് കുറച്ച് മൂത്ത് കിട്ടും. ബ്രൗൺ പരുവമായി കഴിയുമ്പോഴേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ വറുത്ത് വെച്ച ആ കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ആവശ്യമെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇതൊന്ന് വാടി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചത് ആഡ് ചെയ്ത് ഇളക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി തിളയ്ക്കാനായിട്ട് വെക്കുക. ഈ മിക്സ് തിളച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് ബീഫ് ആഡ് ചെയ്യാം കേട്ടോ. ബീഫ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. I hear you've been asking about me, where I've been and where I sleep. It's hard to find me if you really want to. Turns past that takes a cool sign. Same bobcat, same moon boots. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച ബീഫ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.